സകലമാനവും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് തിരുനാമ മഹത്വത്തിനായി ഈ കലാരൂപം ഞങ്ങൾ സമർപ്പിക്കുന്നു. മാന്യസദസ്സിന് നമസ്കാരം. ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കലാരൂപം ജീവിച്ചിരിക്കുന്നവരായോ മരിച്ചവരുമായോ എന്തെങ്കിലും ബന്ധം തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഞങ്ങളുടെ ഈ കവിത നടക്കുന്നത്, ഞങ്ങളുടെ ഈ കഥയുടെ പേരാണ് സത്യമോ മിഥ്യയോ. കഥികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം ടാമി ചർച്ച് മെമ്പർ മാത്രം. കഥികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം ടാമി ചർച്ച് മെമ്പർ മാത്രം. മണ്ണിലെ സ്നേഹം തുടിക്കുന്ന ഗായകൻ, കേരള നാടിൻ്റെ കൂട്ടുകാരൻ. മണ്ണിലെ സ്നേഹം തുടിക്കുന്ന ഗായകൻ, കേരള നാടിൻ്റെ കൂട്ടുകാരൻ. സഹൃദരെ, നമ്മുടെ ഈ കഥ നടക്കുന്നത് എവിടെയാണ്? അമേരിക്കയിലാണോ? അന്റാർട്ടിക്കയിലാണോ? ചെക്കോസ്ലോവാക്യയിലാണോ? പപ്പാ ന്യൂഗിനിയിലാണോ? അല്ലല്ല, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്, അഥവാ കേരവൃക്ഷങ്ങളുടെ നാടായ കേരളം. ആ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കരയറ്റൊരാലസിൻ രാമഭംഗി. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. അഴകും ആരോഗ്യവും സ്വസ്ഥതയും അവിടതിൽ മൊട്ടിട്ടു നിന്നിടുന്നു. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കരയറ്റൊരാലസിൻ ഗ്രാമഭംഗി. ഈ കഥ നടക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ നെഞ്ചിലേറി മേഘങ്ങൾ മുത്തമിടുന്ന പച്ചപ്പിൻ പ്രാർത്ഥനകളാൽ പുണ്യമാകുന്ന നമ്മുടെ കേരളത്തിന്റെ കോഴഞ്ചേരി എന്ന ഗ്രാമത്തിൽ പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തെക്കേമല എന്ന ദേശത്താണ്. തെക്കേമലയെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രഭാത സൂര്യന്റെ പൊൻ കിരണങ്ങളേറ്റ് ആ പട്ടണം ഇങ്ങനെ പ്രകൃതി ഭംഗിയാൽ കുളിച്ചു നിൽക്കുകയാണ്. അതാ അവിടെ നോക്കൂ, ഒരു വിശാലമായ റെസിഡൻഷ്യൽ ഏരിയയിൽ തറവാടിത്തത്തിന്റെ തലയെടുപ്പോടുകൂടി തലയുയർത്തി നിൽക്കുകയാണ് ഒരു മനോഹരമായ ഹൗസ്. ഈ വീടിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കോഴഞ്ചേരിയിലെ പ്രമുഖ മലയാളിയും ചർച്ചിന്റെ എൽഡറുമായ വലിയ വീട്ടിൽ കുര്യച്ചേട്ടന്റെയും ഭാര്യയുടെയും വീടാണത്. 10-25 കൊല്ലം മുൻപ് ഗൾഫിൽ പോയി കുറച്ച് പുത്തനുണ്ടാക്കിയ നമ്മുടെ കുര്യൻ ചേട്ടന് നാട്ടിൽ തിരിച്ചെത്തി സാധാരണ മലയാളികളെ കാണുമ്പോൾ മൊത്തത്തിൽ ഒരു പുച്ഛമാണ്. ഇംഗ്ലീഷിൽ മര്യാദയ്ക്ക് പറയാൻ അറിയില്ലെങ്കിലും തൻ്റെ മുറി ഇംഗ്ലീഷ് വെച്ച് മലയാളികളോട് എല്ലാം പൊങ്ങച്ചം പറയുകയാണ് അച്ചായന്റെ പ്രധാന പണി. മുഴുവൻ മലയാളികൾ അടങ്ങുന്ന സഭയെ പോലും ഇംഗ്ലീഷ് പാട്ട് പാടണമെന്ന് പറഞ്ഞ് സഭാ പാസ്റ്ററെ നിർത്തി പൊരിച്ച ആളാണ് അദ്ദേഹം. അതാ, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കൂ. ഒരു ബെൻസ് കാർ ചീറിപ്പാഞ്ഞു വരികയാണ്. പെട്ടെന്ന് ആ കാർ വീടിന് മുന്നിൽ വന്ന് നിർത്തുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡോർ തുറന്നൊരു മധ്യവയസ്കൻ ഇറങ്ങി വരുന്നു. ആരോഗ്യ ദൃഢഗാത്രനായ ആ മനുഷ്യൻ ആരാണെന്ന് അറിയണ്ടേ? അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കഥാനായകൻ വലിയ വീട്ടിൽ കുര്യച്ചേട്ടൻ. സഭാക്കാരും നാട്ടുകാരും കുര്യച്ചേട്ടനെ പറ്റി എന്താണ് പറയുന്നതെന്ന് അറിയാമോ? കുരിയാച്ചനെന്നാൽ അറിയുന്നോർക്ക് കേവലം വെറുമൊരു പേരല്ല, ഈ വീടാരെ കണ്ടാലും തള്ളി മറിക്കുന്ന എൽഡർ ഇവനല്ലോ. കുരിയാച്ചനെന്നാൽ അറിയുന്നോർക്ക് കേവലം വെറുമൊരു പേരല്ല, ഈ വീടാരെ കണ്ടാലും തള്ളി മറിക്കുന്ന എൽഡർ ഇവനല്ലോ. കാറിന്റെ ഡോർ വലിച്ചടച്ച് ശകാര വർഷത്തോടു കൂടിയാണ് നമ്മുടെ അച്ചായൻ വീട്ടിലേക്ക് കയറി വരുന്നത്. വീട്ടിലേക്കുള്ള ഷോപ്പിംഗ്
മണിക്കൂർ എടുത്തു. അതിനുള്ള അമർഷമാണ് ആ പാസഞ്ചർ സീറ്റിലെ ഡോറ് തുറന്ന് അച്ചായന്റെ പിന്നാലെ നടന്നു വരികയാണ് നമ്മുടെ കഥാനായിക സാറാമ്മ. അതെ സുഹൃത്തുക്കളെ, മറ്റാരുമല്ല കുര്യച്ചേട്ടന്റെ പ്രിയ പത്നി. സാറാമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, വധത്തമുള്ളൊരു വീട്ടമ്മ സാറ, ചർച്ചക്കാർക്കെല്ലാവർക്കും പ്രാർത്ഥന വീര. വധത്തമുള്ളൊരു വീട്ടമ്മ സാറ, ചർച്ചക്കാർക്കെല്ലാവർക്കും പ്രാർത്ഥന വീര. ഏവർക്കും ആശ്വാസദായക സാറ, ആത്മീയ തീഷ്ണത ഉള്ളൊരു സാറ. ഏവർക്കും ആശ്വാസദായക സാറ, ആത്മീയ തീഷ്ണത ഉള്ളൊരു സാറ. ആ വീടിന്റെ മാത്രമല്ല ആ പള്ളിയുടെയും പ്രധാന ഭാരം ചുമലിലേറ്റുന്നവളാണ് നമ്മുടെ കഥാനായിക സാറ. വീട്ടിൽ കാലെടുത്തു വെച്ച് അമ്മാമ്മയുടെ മുഖത്തേക്ക് നോക്കി അച്ചായൻ ഉറക്കെ ശകാരിച്ചു, സറമേ, ദിസ് ഈസ് നോട്ട് വാക്കിംഗ്. ഇതിവിടെ നടക്കത്തില്ല. മേലാൽ ഇതേപോലെ ലേറ്റായി വരരുത്. ഇതും പറഞ്ഞ അച്ചായൻ വരാന്തയിലെ ചാരുകസേരയിലേക്ക് അങ്ങ് നിവർന്നിരുന്നു. അച്ചായന്റെ ആക്രോശത്തിൽ ഞെട്ടിത്തരിച്ചുകൊണ്ട് അമ്മാമ്മ അടുക്കളയിലേക്ക് ഓടി. കാരണം പേടിച്ച് വിറച്ചിരിക്കുകയാണെങ്കിലും അച്ചായന്റെ മുറി ഇംഗ്ലീഷാണ് അമ്മാമ്മയ്ക്ക് നേരം പോക്ക്. അച്ചായൻ അടുത്ത നിലവിളി തുടങ്ങുന്നതിന് മുൻപ് അച്ചായന് ഇഷ്ടമുള്ള പുട്ടും പയറും ചായയും അമ്മാമ്മ റെഡിയാക്കി ടേബിളിൽ എത്തിച്ചു. അച്ചായൻ അല്പം നീരസത്തോടെ ടേബിളിൽ വന്നിരുന്നു. അമ്മാമ്മ മുറിയിലേക്കും കയറി. കുടുംബ ബന്ധത്തിൽ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ഫോർവേഡ് മെസ്സേജ് ചർച്ചിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അച്ചായൻ ചുണ്ടോട് ചേർത്ത് നുണഞ്ഞു. പെട്ടെന്ന് അച്ചായന് വല്ലാത്തൊരു പരിഭ്രമം. ആ ചായ ആഞ്ഞു തുപ്പി. അച്ചായന്റെ ഞാടി ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. പേശികളൊക്കെ ഉരുണ്ടു കയറുന്നു. ആകെ കൂടി ഒരു തകിട തികിട തിടിട തടി കിടത്തോ. അതാ വലിയൊരു ശബ്ദം. ബെഡ്റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് അമ്മാമ്മ ഇതാ ഓടി വരുന്നു. മുന്നിൽ കണ്ട ആ കാഴ്ച കണ്ട് കഥാനായിക തരിച്ചു നിന്നു. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. പുട്ടും പീരയും പയറും തറയിൽ ചിന്നി ചിതറി കിടക്കുന്നു സുഹൃത്തുക്കളെ. പുട്ടൊരിടത്ത്, മറ്റൊരിടത്ത് പയർ. പുട്ടിനടുത്ത് പയറില്ല. പയറിനടുത്ത് പുട്ടില്ല. പുട്ടില്ലാത്തടത്ത് പയറുണ്ട്. പയറില്ലാത്തിടത്ത് പുട്ടുമുണ്ട്. അടുത്തേക്ക് വന്ന് ചുറ്റും കണ്ണോട്ടിച്ചപ്പോൾ അതാ മൂലയ്ക്ക് ചുരുണ്ടു കൂടി കിടക്കുന്നു സുഹൃത്തുക്കളെ. ആര് ആര്? നമ്മുടെ അച്ചായൻ, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ. അമ്മാമ്മ നിലവിളിച്ചു, അച്ചായ, എന്റെ കുരിയച്ചായ. നിസ്സഹായതയോടെ മാറത്തടിച്ച് സാറാമ്മ നിലവിളിക്കുകയാണ് സുഹൃത്തുക്കളെ. തങ്കപ്പെട്ട എന്റെ അച്ചായൻ നഷ്ടമായിടുമോ, നഷ്ടമായിടുമോ. തങ്കപ്പെട്ട എന്റെ അച്ചായൻ നഷ്ടമായിടുമോ, നഷ്ടമായിടുമോ. കണ്ണു തുറക്കുമോ എന്റെ അച്ചായൻ വിഷമമായിടുമേ, വിഷമമായിടുമേ. പെട്ടെന്ന് അച്ചായന്റെ ശരീരം ആകെ ചൂട് കയറുന്നത് പോലൊരു അനുഭൂതി. ഗ്യാസിന് തീ പിടിച്ച വിലയുള്ള ഈ സമയത്ത് സ്റ്റൗ ഓണാക്കിയതിന് അമ്മാമ്മയെ ചീത്ത പറയാൻ കണ്ണു തുറന്ന് എണീറ്റ് ചുറ്റും നോക്കി അച്ചായൻ കണ്ട കാഴ്ച, ചുറ്റും ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന തീ നാളങ്ങൾ, കാതടിപ്പിക്കുന്ന നിലവിളി ശബ്ദങ്ങൾ, ഘോരഘോരമായ ആഘോഷങ്ങൾ. പള്ളിയിലെ കമ്മിറ്റി മീറ്റിംഗ് ഞാൻ അറിയാതെ നടക്കുകയാണോ? അച്ചായൻ ഒന്നുകൂടി നോക്കി. അല്ല, അച്ചായൻ ആ സത്യം തിരിച്ചറിഞ്ഞു. അതെ സുഹൃത്തുക്കളെ, താൻ എത്തി നിൽക്കുന്നത് നരകത്തിലാണെന്ന സത്യമാണ് അച്ചായൻ തിരിച്ചറിഞ്ഞത്. അച്ചായന്റെ ഞെട്ടലും ഭയവും മാറുന്നതിന് മുമ്പേ അച്ചായനെ ആരോ വലിച്ചെറിയുകയാണ്. സ്വിമ്മിംഗ് പൂളിലേക്കാണോ? അല്ല, സ്റ്റീം ബാത്തിലേക്കാണോ? അല്ലേ അല്ല, അത് തിളച്ചു പറയുന്ന ചൂടെണ്ണയിലേക്കാണ്. അച്ചായനെ കുട്ടി സാത്താൻ വറുത്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അച്ചായൻ ചോദിച്ചു, എന്തിനാണ് എന്നോട് ഈ ക്രൂരത സാത്താനെ? ആ ചട്ടുകൂര അല്പം മാറ്റിവെച്ചിളക്കുന്നേ. അപ്പോൾ സാത്താൻ പറയുകയാണ്, സുഹൃത്തുക്കളെ, നീ പള്ളിയിലെ പാസ്റ്ററെ വേദനിപ്പിച്ചതിന്
പുതിയ വിശ്വാസികളെ പുച്ഛിച്ചതിന്, നിന്റെ പാവം ഭാര്യയെ കരയിപ്പിച്ചതിന്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അച്ചായനെ കുട്ടി സാത്താൻ വറുത്തു കോരി പുറത്തെടുക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പീഡനങ്ങൾക്ക് മേൽ പീഡനം അനുഭവിക്കുവാൻ വയ്യാതെ അച്ചായൻ ഇങ്ങനെ പാടി. രണ്ട് കമ്പിയിൽ കോർത്ത് കീഴോട്ടു കിടത്തി ചീയിൽ ചുട്ടെടുക്കുന്നതെന്തു കഷ്ടം. രണ്ട് കമ്പിയിൽ കോർത്തു കീഴോട്ടു കിടത്തി തീയിൽ ചുട്ടെടുക്കുന്നതെന്തു കഷ്ടം. പണ്ടേ ഞാൻ ഈ കഷ്ടം അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ മര്യാദയ്ക്ക് ജീവിച്ചേനേ. പണ്ടേ ഞാൻ ഈ കഷ്ടം അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ മര്യാദയ്ക്ക് ജീവിച്ചേനേ. തലകീഴായി കെട്ടിത്തൂക്കിയ അച്ചായന്റെ മുഖത്തേക്ക് സാത്താൻ വന്ന് കനൽ കോരി എറിഞ്ഞു. പെട്ടെന്ന് ചാരികസേരിൽ നിന്ന് മൂക്കും കുത്തി താഴെ വീണ് നമ്മുടെ കഥാനായകൻ ഞെട്ടിയുണർന്ന് ചാടി എണീറ്റ് നോക്കിയപ്പോൾ ഒരു ജാള്യതയോടെ ചുറ്റും നോക്കി പറഞ്ഞു, ഇല്ല, ആരും കണ്ടില്ല. ഇതാണ് ഈ കസേരയുടെ കുഴപ്പം. വന്നിരുന്നാൽ അപ്പ ഉറങ്ങിപ്പോവും. കണ്ട സ്വപ്നം കൊണ്ട് തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ അച്ചായൻ സരമേ എന്ന് വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് തന്റെ പ്രിയ പത്നിയെ വാരി പുണർന്ന് ആ കാലുകൾ ഇറുക്കി പിടിച്ച് തന്റെ തെറ്റുകൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞ് അച്ചായൻ ഉറക്കേ കരഞ്ഞു. സ്വപ്നത്തിൽ കൂടിയാണെങ്കിലും കുരിയച്ചായന് നരകത്തിൽ പോയി തിരിച്ചു വരാനും തന്റെ തെറ്റുകൾ തിരുത്തുവാനും ഒരവസരം ലഭിച്ചു. എന്നാൽ ഈ ലോകത്തിലെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയൊന്നും ലഭിക്കണമെന്നില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരരെ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. നാം ഓടിയതും അധ്വാനിച്ചതും ഒന്നും ആകുവാനിടയാതെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും വെടിഞ്ഞ് ദൈവ പൈതൽ വിശുദ്ധിയെ തികച്ച് നിത്യതയ്ക്കായി ഒരുങ്ങാം. ആയതിനാൽ കഥാകൃത്തുക്കളായ ഞങ്ങൾ ഈ ഗാനം ആലപിച്ചുകൊണ്ട് നിർത്തുന്നു. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ജീവിതമൊന്നേയുള്ളൂ, അതു വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതമൊന്നേയുള്ളൂ. ഫേസ്ബുക്കും ട്വിറ്ററും പിന്നെ വാട്സപ്പും കയറിയിറങ്ങി അന്യന്റെ വാളിൽ നോക്കി ഗോസിപ്പും തേടി നടന്ന് ചുമ്മാതെ കമന്റുകൾ ഇട്ടും വേണ്ടാത്തത് ഷെയറും ചെയ്തും കമ്പ്യൂട്ടർ സ്ക്രീനിന് മുൻപിൽ കുറെ നേരെ കുത്തിയിരുന്ന് ധാരാളം ചാറ്റും ചെയ്തും ന്യൂ ഫ്രണ്ട്സിനെ ആഡും ചെയ്തും എന്നിട്ടും ഒറ്റയ്ക്കെന്നൊരു തോന്നല് മാറുന്നില്ല. ഈ കാണും ചങ്ങാതികൾ നിൻ മരണം വരെ കൂടെ കാണും. There is only one life. ജീവിതമൊന്നേയുള്ളൂ.